ഹലോ. അപ്പോൾ ഇന്ന് ആമസോണിൽ നിന്ന് എനിക്കൊരു പാക്കേജ് ഡെലിവറി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂ ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത എന്തായാലും ഒരു കീബോർഡാണ്, പക്ഷേ ഇത്രയും വലിയ പെട്ടി അത് എന്തിനാണെന്ന് എനിക്കറിയാൻ വയ്യ. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് അൺബോക്സിംഗ് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പെട്ടി. നമുക്കപ്പോൾ അൺബോക്സിങ് പരിപാടി തുടങ്ങാം. ഇതിൻ്റെ എവിടെ നിന്ന് തുടങ്ങാം? ഈ പെട്ടി നമ്മൾ ഓർഡർ ചെയ്ത പ്രോഡക്റ്റിനേക്കാളും ഭയങ്കര വലുതാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഈ നമ്മളങ്ങനെ ഒരു സൈഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് കാണിച്ച്. വെരി ഗുഡ്. ഇതാണ് പ്രോഡക്റ്റ്. ഇതിനാണ് ഇത്രയും വലിയ പെട്ടി. ഇതെന്തോ ഓക്കെ, ഇതതിൻ്റെ എന്തോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ വന്ന് കുഞ്ഞു പെട്ടിയിലേക്ക് നമ്മൾ മാറി. നമുക്ക് ഇതും കൂടെ ഒന്ന് തുറന്ന് പ്രോഡക്റ്റ് എന്തോന്ന് നോക്കാം. അല്ല, എന്തോന്ന് നോക്കാം, നല്ല പ്രോഡക്റ്റ് ഇത് തന്നെ. കീബോർഡ് ഒരു സെബ്രോണിക്സിൻ്റെ K24 എന്ന് പറയുന്ന കീബോർഡാണ്. ഈ അത്യാവശ്യം ഓഫീസ് യൂസിനൊക്കെ പറ്റുന്നൊരു അടിപൊളി കീബോർഡാണ്. ഇതിൽ വേറെ സ്പെസിഫിക്കേഷനൊന്നും പുറത്ത് കൊടുത്തിട്ടില്ല. 104 കീസ് ഉണ്ട്. ഇതിന് പിന്നെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്കിപ്പോൾ ഇത് തുറന്നിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വാ, നൈസ്. ഇതാണ് ഗൈസ് കീബോർഡ്. തുണി അല്ല, ഈ കവർ ഭയങ്കര രസമുണ്ട്. ഇവിടെ നമുക്ക് പുറത്തെടുക്കാം. വേറെ പേപ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഇതിൻ്റെ വയറും ഈ ഒരു കവറും. അടിപൊളി കീബോർഡ്, നല്ല ഫിനിഷിങ്ങുള്ള കീബോർഡ്. സൈലൻസ് ആണ്. സൈലൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സൈലൻസ്. അതായത് വലിയ നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സ്പേസിന് മാത്രം ഒരു ചെറിയ സൗണ്ട് ഉണ്ട്, ബാക്കിയൊക്കെ സൈലൻ്റ് ആണ്. വേറെ ബാക്കിലൊന്നും വലിയ ലേഔട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഞാൻ പറയാം, സെബ്രോണിക്സിൻ്റെ K24 എന്ന് പറയുന്ന കീബോർഡ്. വേറെ ഇതിൻ്റെ ഈ സ്വിച്ചിൻ്റെയൊക്കെ, അതായത് കീസിൻ്റെയൊക്കെ ഈ ഒരു ഐക്കൺ ഷേപ്പ് അതൊരു ഡിഫറെൻ്റ് ആണ്. വേറെ എന്തോ ഇതിനൊരു ഒരു റിട്രാക്റ്റബിൾ സ്റ്റാൻഡ് വരുന്നുണ്ട്. ഇതിൻ്റെ കീസ് എന്നൊക്കെ പറയുമ്പോൾ ഇത് UV കോട്ടഡ് ആണ്. അതായത് ഈ എന്താ പറയുക, ഈ കീസിനകത്തുള്ള ഈ മാർക്കിങ്സ് ഒന്നും പെട്ടെന്ന് മാഞ്ഞു പോകത്തില്ല. വേറെ നല്ല ഇതെനിക്ക് 1.5 മീറ്റർ എന്തോ ഇതിൻ്റെ കേബിൾ ലെങ്ത് വരുന്നുണ്ട്. നമുക്ക് കേബിൾ ലെങ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. കേബിൾ ലെങ്ത് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അത്യാവശ്യം നീളമുണ്ട്. അത്യാവശ്യം നീളം എല്ലാം കിട്ടുന്ന കേബിളാണ്. ഒരു അത്യാവശ്യം ഓഫീസ് യൂസിന് പറ്റുന്ന കീബോർഡാണ്. ഗെയിമിംഗ് കീബോർഡൊന്നും അല്ല, ജസ്റ്റ് ഓഫീസ് യൂസിന് പറ്റുന്ന നല്ല അടിപൊളി ഒരു കീബോർഡാണ്. സൈലൻ്റ് ആണ്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൈലൻസ്. വേറെ നമ്പർ പാഡ്, കീപാഡ് ബാക്കിയെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം അധിക വലിപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു നമുക്ക് പെട്ടെന്ന് ഒതുങ്ങുന്ന രീതിയിലുള്ള കീബോർഡാണ്. ഇനി ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളെന്ന് പറയുമ്പോൾ വെറും നമുക്ക് ഏറ്റവും കൂടുതൽ ബേസിക്കലി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും പ്രൈസേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് 700 രൂപ, ഓക്കെ 800 സംതിങ് ആണ് ഇതിൻ്റെ മെയിൻ റേറ്റ് വരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്കൊരു ലിമിറ്റഡ് ടൈം ഓഫറിൽ 400, 500, 50% ഓഫിൽ കിട്ടിയതാണ്. അപ്പോഴാണ് ഞാൻ ഇത് മേടിച്ചത്. എന്തായാലും കൊള്ളാം. നമ്മൾ മേടിച്ച പൈസയ്ക്ക് എന്തായാലും വേർത്ത് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. ഞാൻ പിന്നെ മെയിൻലി സെബ്രോണിക്സിൻ്റെ പ്രോഡക്റ്റാണ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. അതായത് ഗെയിമിങ്ങിൻ്റെ അല്ല, എൻ്റെ ഇരിക്കുന്ന ഈ ഹെഡ്സെറ്റ് ആയാലും ശരി, ഇതെല്ലാം സെബ്രോണിക്സിൻ്റെ ആണ്. മെയിനായിട്ട് എൻ്റെ ഈ ലാപ്ടോപ്പിൻ്റെ കൂളിംഗ് പാഡ്സ് ആയാലും ബാക്കിയെല്ലാം എല്ലാം ഇതിനകത്ത് സെബ്രോണിക്സിൻ്റെ ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഈ കീബോർഡ് മേടിച്ചപ്പോഴും സെബ്രോണിക്സിൻ്റെ തന്നെ ഓപ്ഷൻ നോക്കിയത്. അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അടിപൊളി കീബോർഡാണ്. ഈ സ്വിച്ചിൻ്റെയൊക്കെ ഈ ഒരു ഡിസൈൻ മെയിൻലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കിനി ജസ്റ്റ് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്യാൻ പോയപ്പോഴേ ഇതിൻ്റെ കേബിളിൻ്റെ ഡിസൈൻ ഞാൻ ശ്രദ്ധിച്ചത്. കേബിളിൻ്റെ ഡിസൈൻ കണ്ടോ, അടിപൊളി ഒരു ഡിസൈനാണ്, വെറൈറ്റി ഡിസൈൻ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും കീബോർഡ് കണക്ട് ചെയ്യാം. ഓക്കെ, കീബോർഡ് അപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഡിവൈസ് സെറ്റപ്പ് ഒക്കെ നടക്കുന്നുണ്ട്. അതും കംപ്ലീറ്റ് ആയി. അപ്പോൾ കീബോർഡ് എന്തായാലും
ഡിവൈസുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്ത് പോകാം എന്തെങ്കിലും. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നൈസ്. കീബോർഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആരോ കീസിൻ്റെ ആ ഒരു ലേഔട്ട്, നമ്പർ പാഡ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അൺബോക്സിങ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ എനിക്കിതെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഡിസൈൻ ആയാലും കാര്യങ്ങളായാലും എന്തായാലും ലൈറ്റ്, അത് സ്ലിം ഡിസൈനാണ്, കൊള്ളാം, നല്ല സാധനം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അൺബോക്സിങ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ പ്രോഡക്റ്റ് എന്തായാലും വേണമെന്നവരെ മേടിക്കാം. ഞാൻ എന്തായാലും ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. Meet you on the next video. Till then, bye. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I